ജാസ്മിൻ ഉറപ്പായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. എനിക്ക് തോന്നുന്നില്ല ഒരാളുടെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് ഇത്രയും റിസ്ക് എടുത്തിട്ട് വേറൊരു പ്ലെയർ ഇതുപോലെ കഴിഞ്ഞ സീസണിലായാലും ഏത് സീസണിലായാലും ഇത്രയും റിസ്ക് എടുത്ത് കളിച്ച വേറൊരു പ്ലെയർ ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ജാസ്മിൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഇപ്പം എൻ്റെ സീസണിലാണെങ്കിലും ഞാൻ വന്നു, അവിടെ 100 ഡേയ്സ് നിന്നു. അവിടെ എനിക്ക് വേറൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ അവിടെ ഇറ്റ്സ് എ ഗെയിം ഷോ. ഇതൊരു ഗെയിം ഷോ ആണ്. അതിൻ്റെതായ രീതിയിൽ എടുക്കുക, നമ്മൾ വരിക, നമ്മുടെ പാർട്ട് ചെയ്യുക, തിരിച്ചു വരിക, അത്രയേ ഉള്ളൂ. അല്ല, ഞാൻ പലതും സത്യത്തിൽ കേട്ടിട്ടില്ല, കുറേ കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ കയറി കഴിഞ്ഞിട്ട് ഒരു തേർഡ് പേഴ്സണായിട്ട് എനിക്ക് വേറൊരു കോണ്ടാക്റ്റും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പം ജാസ്മിൻ എന്തെങ്കിലും ആ രീതിയിലൊരു കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരി വീട്ടിനുള്ളിൽ ചെയ്തതോ പ്രവർത്തിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടല്ലേ. അത് ജാസ്മിൻ ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേരളം കാണുന്ന ഏറ്റവും വലിയ പോരാളിയും, കാരണം അത്രയും ആൾക്കാർ ഒറ്റപ്പെടുത്തിയ വീട്ടിൽ നിന്ന് ലാൽസാറൊക്കെ പലപ്പോഴും നമ്മളൊരു വീക്കെൻഡ് എപ്പിസോഡ് നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കും. കാരണം നമുക്ക് പുറത്ത് ദേഷ്യപ്പെടുമ്പോഴത്തേക്കൊരു സാർ എന്തെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കണം നമുക്ക് പേടിയാണ്. പക്ഷെ അത്രയും കണ്ടിട്ടും കേട്ടിട്ടും ആ കുട്ടി അവിടെ പിടിച്ചു നിന്നു. ഒരു വട്ടം പോലും പോകണം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ഇതിൻ്റെ ഗെയിമൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരിക്കും. പുള്ളിന്നൊരു ഇന്നസെന്റ് മനുഷ്യൻ, അത്രേ ഉള്ളൂ. ഗെയിമായിട്ട് ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ്. അർജുൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അർജുൻ നന്നായി ടാസ്ക് ഒക്കെ ചെയ്യും. അല്ല അതിനപ്പുറത്തേക്ക് അർജുൻ സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങളും ഒരു സിവിൽ എഞ്ചിനീയർ ആണോ എങ്കിൽ ഇന്ത്യയിലോ വിദേശത്തോ കോർ ഫീൽഡിൽ തന്നെ ഉയർന്ന സാലറിയുള്ള ഒരു ജോലി നേടാൻ ഉടൻ തന്നെ എൻട്രി ആപ്പിന്റെ ക്വാണ്ടിറ്റി സർവേയിങ് ബാച്ചിൽ ജോയിൻ ചെയ്യൂ. താങ്ക് യു. ഞാൻ അറിഞ്ഞില്ല ഇത്ര പെട്ടെന്ന് വണ്ടി വരുമെന്ന് അറിയില്ല. പറഞ്ഞോ, സുഖമായിരിക്കുന്നു. സുഖമായിരിക്കുന്നു. അപ്പോൾ ചെന്നൈയിലാണ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു സന്തോഷമല്ലേ. കഴിഞ്ഞ വർഷം കണ്ടസ്റ്റൻ്റായിട്ട് കയറി ഈ വർഷം പെർഫോമറായിട്ട് കയറുന്നത്, അതിലൊരുപാട് സന്തോഷമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ചേട്ടാ, ഞാൻ കഴിഞ്ഞ വർഷത്തെ സീസണിലായിരുന്നു. ഒരു വർഷത്തിന് ശേഷം നല്ലായിരുന്നു. ബിഗ് ബോസ് ഹൗസിൽ കയറിയില്ലല്ലോ, ഫ്ലോറിലല്ലേ കയറി നമ്മൾ പെർഫോം ചെയ്തേ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബിഗ് ബോസിനുള്ളിൽ തന്നെ പല ഞാൻ സ്കിറ്റിലായിരുന്നു, എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അതിന് നല്ല രീതിയിലാണ് നോക്കി കണ്ടുകൊണ്ടിരുന്നത്. അതൊക്കെ കഴിഞ്ഞില്ലേ, കോൺട്രവേഴ്സീസ് ഒക്കെ എത്ര നേരത്തെ കാര്യം. നല്ല എന്റർടൈനർ ആയിട്ട് അർജുന തോന്നുന്നുണ്ട്. അതെനിക്ക് അറിഞ്ഞൂടാ. ഏറ്റവും ഡിസേർവിംഗ് വൺ ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇംപ്രസ്ഡ് ആയി ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യട്ടെ. അവരവർക്ക് തോന്നുന്ന രീതിയിലാണ് അവരവർ ഗെയിം കളിക്കുന്നത്. അപ്പോൾ നമ്മളാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യേണ്ടത്. ഫ്യൂച്ചർ നോക്കിയിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഗെയിമിന് വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഉറപ്പായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. എനിക്ക് തോന്നുന്നില്ല ഒരാളുടെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് ഇത്രയും റിസ്ക് എടുത്തിട്ട് വേറൊരു പ്ലെയർ ഇതുപോലെ കഴിഞ്ഞ സീസണിലായാലും ഏത് സീസണിലായാലും ഇത്രയും റിസ്ക് എടുത്ത് കളിച്ച വേറൊരു പ്ലെയർ ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ജാസ്മിൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. പുള്ളിക്ക് നല്ല ഫാൻസ് ഉണ്ടല്ലോ. എല്ലാം കാണുന്നല്ലേ ചേട്ടാ. ഈ 2 മിനിറ്റിന് വേണ്ടി എനിക്ക് എൻ്റെ ഫ്ലൈറ്റ് കളയാൻ പറ്റില്ല. മണിക്കൂറുകൾ മാത്രമല്ല, ഇനി 6 മണിക്കൂർ അത്രേ ഉള്ളൂ. ഇന്നലെ പോയിരുന്നോ ബിഗ് ബോസ്? കണ്ടിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? പെർഫോമൻസ് ഉണ്ടായിരുന്നു. ചെയ്തു, നന്നായിരുന്നു. ഭയങ്കര വെയിറ്റിംഗ്. കാരണം ഇത്തവണത്തെ ബിഗ് ബോസിന് നമുക്കിങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ ആരാന്നുള്ളത്. അങ്ങനെ ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ നിൽക്കുക. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ബിഗ് ബോസിലേക്ക് 1 ഇയറിന് ശേഷം 1 വർഷം 3 മാസം കഴിഞ്ഞു. ഒന്നും കൂടി ലാൽസാറിനെ കാണാൻ പറ്റി, ക്രൂവിനെ കാണാൻ പറ്റി, പിന്നെ ഈ പറഞ്ഞ എക്സ് കണ്ടസ്റ്റൻസിനെ കാണാൻ പറ്റി. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഒക്കെ? ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞ ബിഗ് ബോസ് ആയിരുന്നു. പക്ഷെ അതിപ്പോൾ ഇനി ബിഗ് ബോസ് എന്നല്ല, ഇനി ഫ്യൂച്ചറിൽ ഏത് ബിഗ് ബോസ് ഉണ്ടാകുമ്പോഴും ഇതുപോലത്തെ വിവാദങ്ങളൊക്കെ നിൽക്കും. അത് അത്രയും ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. കുറച്ചും കൂടി ആൾക്കാർ അവരുടെ ലൈഫിൽ ഇപ്പം സിനിമ ഉണ്ടാക്കുന്ന സ്വാധീനം പോലെ തന്നെ, അല്ലെങ്കിൽ സീരിയൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കാളൊക്കെ ഏറെ ബിഗ് ബോസ് പലരുടെ ലൈഫിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഈ വിവാദങ്ങൾക്ക് പ്രധാന കാര്യം. അത് എല്ലാ സീസൺ ആകുമ്പോഴത്തേക്കും ഉണ്ടാകും. അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കും ഇനി വരുന്ന കണ്ടസ്റ്റൻസ് വരുന്നത് പോലും. എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും. എങ്കിൽ പോലും ഈ ബിഗ് ബോസ് കണ്ടിട്ട് എന്ത് തോന്നി? എനിക്ക് ഭയങ്കര ഇത് എക്സ്പെക്റ്റഡ് ആണ്. അതിപ്പോൾ ഈ വർഷം ഇങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം മറ്റൊരു രീതിയിലായിരിക്കാം. ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടി സ്പേസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ബിഗ് ബോസിൽ. കാരണം ഇന്നിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ വരുന്നതൊക്കെ തന്നെ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളാണ്.
അപ്പോൾ അത് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഓഫ്കോഴ്സ് അതിപ്പം ഇനി ഇതിനേക്കാൾ കൂടെ ഉള്ളൂ. അല്ല ഈ പ്രാവശ്യം അഖിൽമാരാറിൻ്റെ നാദിറയുടെ ബിഗ് ബോസിൻ്റെ സമയത്തായാലും എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഇതായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈൽഡ് കാർഡ് എൻട്രികൾ കയറി ഒന്ന് മാറ്റി പിടിക്കാൻ തന്നെയായിരുന്നു അതിൻ്റെ ടാഗ്ലൈൻ തന്നെ. അപ്പോൾ എന്തൊക്കെ തരം വ്യത്യസ്തമായിട്ടാണ് തോന്നിയത് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കണ്ടപ്പോൾ? ഇത്തവണ എനിക്ക് തോന്നുന്നു തുടക്കം തൊട്ട് അവസാനം വരെയൊക്കെ തന്നെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കാരണം ആൾക്കാർ കണ്ടെത്തുന്നുണ്ടെന്നുള്ളതാണ്. അകത്തിരിക്കുന്നവരത് അറിയുന്നില്ലല്ലോ ഓഫ് കോഴ്സ്. അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് കാണും. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെയും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പുറത്ത് എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് കുറച്ചൊക്കെ. പക്ഷെ ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസ് അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഇപ്പം റീ എൻട്രി ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ ഇപ്പം അറിഞ്ഞിട്ടുണ്ടാവണം തനിക്ക് പുറത്ത് ഇത്രയും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇത്രയും ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. ആൾക്ക് അത്രയും സോഷ്യൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നില്ല. ഇപ്പം കുറച്ചും കൂടി ഉണ്ട്. ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻ്റൊക്കെ അപേക്ഷിച്ച് എങ്ങനെയുണ്ടായിരുന്നു അവരുടെ പെർഫോമൻസ് ഓഫ് ഗെയിമും കാര്യങ്ങളൊക്കെ? ഭയങ്കര നല്ലതെന്നല്ല. മീൻസ് കണ്ടസ്റ്റൻസിൽ പോരായ്മകളുണ്ട്, അത് എല്ലാ സീസണിലും ഉണ്ടല്ലോ. അപ്പം അത് പറയാൻ മാത്രം യോഗ്യതയുള്ള ഒരാളുമല്ല ഞാൻ. അപ്പം പക്ഷേ എന്താ പറയുക, കുറച്ചും കൂടി ആൾക്കാർക്ക് സ്പേസ് ഉണ്ടായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റാത്ത കുറേ പേരുണ്ടായിരുന്നു ഇത്തവണ. ഈവൻ വൈൽഡ് കാർഡുകൾ പോലും ഞാനൊക്കെ എൻ്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയും വൈൽഡ് കാർഡൊക്കെ ആയിരിക്കും ഇത്തവണ സീസൺ വിന്നർന്നോ. ഒരിക്കലുമില്ല. നമ്മൾ വൈൽഡ് കാർഡിൽ ഒരാൾ മാത്രമാണ് ഫൈനൽ 5-ൽ പോലും എത്തിയിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും ഒരു സങ്കടം. എങ്കിൽ പോലും ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കിൽ നേരിട്ട് ഒരുപാട് വ്യക്തികൾ ഇതിനകത്ത് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അവരുടെയൊക്കെ അവർ പുറത്തിറങ്ങുമ്പോൾ ഒരു ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കും? അല്ല, അവരത് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് തന്നെയല്ല. അതിപ്പോൾ നമ്മൾ സൊസൈറ്റി അംഗീകരിക്കുന്ന രീതിയിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. പിന്നെ ബിഗ് ബോസ് വരെ അറിയില്ല, എല്ലാവർക്കും അറിയാം നമുക്ക് ഒരിക്കലും അഭിനയിച്ച് നിൽക്കാൻ പറ്റുന്ന സ്പേസ് ഒന്നുമില്ല. അവർ റിയലായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അത് എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന വീട്ടുകാരും ഫാമിലിയൊക്കെ തന്നെ അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ പബ്ലിക്കിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റത്തില്ല. ഞാനൊക്കെ ഓഫ്കോഴ്സ് എന്നെ അറിയാലോ, ഇപ്പം കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ഒരു അവസ്ഥയൊന്നും അല്ല ഇപ്പം കേരളത്തിൽ. പക്ഷെ അത് മുമ്പ് തൃപ്തിപ്പെടുത്താൻ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നിൽക്കില്ല. നമ്മളത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന ആൾക്കാരാണ്. ഇനി 10 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ചിരിക്കാം. അപ്പോൾ പണ്ട് ഞാൻ അങ്ങനെ ഇതേപ്പറ്റി ആൾക്കാർ കളിയാക്കിയതൊക്കെ ഉള്ളത് അത് മാറും എന്നുള്ളതാണ്. ഇത്തവണ ബിഗ് ബോസ് ടോപ്പ് 5-ൽ വന്നിരിക്കുന്ന കണ്ടസ്റ്റന്റ് ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റന്റ് ഏതാണെന്ന് എന്താ പറയും? ആതിരയുടെ ഒരു പേഴ്സണലി ഞാൻ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, ജിൻഡോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അല്ല, പുറത്ത് ഇത്രയും ഭയങ്കര അറ്റാക്ക് നേരിട്ടൊരു വ്യക്തിയാണ് ജാസ്മിൻ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പിന്നെ ദിയാസിനോട് ചോദിച്ചപ്പോൾ അവളൊരു പെണ്ണായതുകൊണ്ടാണ് അത്ര അറ്റാക്ക് നേരിടുന്നത്. ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഒരു ജാസ്മിൻ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേരളം കാണുന്ന ഏറ്റവും വലിയ പോരാളിയും. കാരണം അത്രയും ആൾക്കാർ ഒറ്റപ്പെടുത്തിയ വീട്ടിൽ നിന്ന് ലാൽസാറൊക്കെ പലപ്പോഴും നമ്മളൊരു വീക്കെൻഡ് എപ്പിസോഡ് നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കും. കാരണം നമുക്ക് പുറത്ത് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഒരു സാർ എന്തെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് പേടിയാണ്. പക്ഷെ അത്രയും കണ്ടിട്ടും കേട്ടിട്ടും ആ കുട്ടി അവിടെ പിടിച്ച് നിന്നു. ഒരു വട്ടം പോലും പോകണം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതൊരു ഭയങ്കര പ്രഷർ ചെയ്ത് നിന്നിട്ടൊന്നുമില്ല. അപ്പോൾ ആ പുള്ളിക്കാർ ഒരു ഒഴുക്കി തന്നെ അങ്ങ് ജീവിച്ചു. പക്ഷേ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഓഫ്കോഴ്സ് അത് ഈ സീസൺ അല്ല കേരളം കാണുന്ന ഏറ്റവും പവർഫുൾ ആളായിട്ട് ചിലപ്പോൾ വിന്നറായിട്ടായിരിക്കും ജാസ്മിൻ. ഈ ജാസ്മിൻ്റെ ഈ കാലഘട്ടത്തിൽ കണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയായിട്ടുള്ള ഒരു പ്രണയമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു സ്ത്രീ ഒരു ആണിൻ്റെ കൂടെ ഇരുന്നെന്ന് പറഞ്ഞിട്ട് അത് എല്ലാ സീസണിലും ഉണ്ടായത് തന്നെയാണ്. ഇപ്പോൾ പേളിമണി ശ്രീനിഷ് പ്രണയം ആയിക്കോട്ടെ, പല പ്രണയങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ജാസ്മിൻ്റെ ഗബ്രിയുടെയും പ്രണയം വേറൊരു രീതിയിൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പ്രേക്ഷകർ അവരെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് അതിനോട് തോന്നാറ്? എനിക്ക് പേഴ്സണലി ആദ്യമൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ വന്ന് ഫസ്റ്റ് വീക്കെന്നെ ഒരു ഇതുണ്ടായ സമയത്ത്. പിന്നെ ഓരോ സ്വഭാവമല്ലേ എല്ലാവരും. നമ്മളിപ്പോൾ അതൊക്കെ അങ്ങനെ ആകണം നിർബന്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരത് നേരിടാൻ തയ്യാറായിട്ടാണ് അവർ നിന്നത്. അത് മറ്റൊന്നും പറയാനില്ല എന്നുള്ളതന്നെ. പിന്നെ പ്രണയമൊന്നും അവർ പറഞ്ഞിട്ട് എനിക്കറിയില്ല. കാരണം എൻ്റെ മനസ്സിലിപ്പോഴും നല്ലൊരു കാരണം ഓൾറെഡി ജാസ്മിൻ കമ്മിറ്റഡ് ആണ്. പിന്നെ അതൊരു കംഫർട്ട് സോണാണ്. അതിപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് കംഫർട്ട് ആവുന്ന ബോയ്സ് ആയിരിക്കും കുറച്ചും കൂടി. അപ്പോൾ ക്രിസ്തല സ്ത്രീകൾക്കും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ആയിരിക്കാം. ജാസ്മിൻ കപ്പെടുക്കുന്നത് തന്നെയാണ് നാദിറയുടെ കപ്പെടുക്കുന്നല്ല, നല്ലൊരു ഗെയിമർ എന്നുള്ള രീതിയിൽ കപ്പെടുക്കുക. നമ്മൾ ഇത് വോട്ടിംഗ് ഒക്കെ ഉള്ളതല്ല. പിന്നെ അറിയാലോ, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ PR-ന്റെ ഒരു വലിയ ചർച്ചയൊക്കെ തന്നെ നടക്കുന്നുണ്ട്. PR-ന്റെ ബേസിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആര് വിന്നർ ആവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്? വിന്നർ ആകണം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ ആയിക്കോട്ടെ എന്നുള്ളതാണ്. പക്ഷെ വിന്നർ അതൊന്നും ആയില്ലെങ്കിലോ? ഈ ജിൻഡോയുടെ ഫാൻസ് വലിയൊരു രീതിയിൽ ഇപ്പോൾ ഭയങ്കര സോഷ്യൽ മീഡിയ അടക്കി വരികയാണ്. അപ്പോൾ ജിൻഡോയുടെ ഗെയിമൊക്കെ കാണാറുണ്ടോ?
അർജുൻ്റെ ഗെയിമൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരിക്കും. പുള്ളിന്നൊരു ഇന്നസെന്റ് മനുഷ്യൻ അത്രേ ഉള്ളൂ. ഗെയിമായിട്ട് ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ്. അർജുൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അർജുൻ നന്നായി ടാസ്ക് ഒക്കെ ചെയ്യും. അല്ല അതിനപ്പുറത്തേക്ക് അർജുൻ സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല. അഭിഷേക് ഞാൻ വന്ന ആഴ്ചയൊക്കെ ഞങ്ങൾ ഇച്ചിരി കണ്ടന്റ് കൊടുത്താലും അത് അകത്തൊന്നും ചെയ്തിട്ടുമില്ല. പിന്നെ ഋഷി കുഴപ്പമില്ല, പുള്ളി എങ്ങനെയാണെന്നുള്ളതാണ്. എല്ലാവർക്കും ഓരോ പോരായ്മകളും പ്ലസ്സും ഉണ്ട്. ഇപ്പം ഞാനിപ്പം പറയുന്നത് എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു വിന്നർ എന്നുള്ളതല്ല. ജനങ്ങൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ജിൻഡോ ഒരു ഇന്നസെൻ്റ് ആണ്. അതാണ് ജിൻഡോ കിട്ടുന്ന ഏറ്റവും നല്ല പവർ ഉള്ള സാധനം. അത് നല്ലതാണ്. കാരണം എന്നെ ആൾക്കാർ ആ സമയത്ത് തുടക്ക സമയത്ത് പറഞ്ഞാൽ അത് ഭയങ്കര പ്യുവറാണ്, അത് ഭയങ്കര റിയൽ ആയിട്ട് നിന്നു. അതാണ് നമുക്ക് എല്ലാം കാര്യം ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഓരോ കാര്യം എന്തെങ്കിലും ആവട്ടെ, കിട്ടുന്നവർക്ക് അതുകൊണ്ട് കാര്യം ഉപയോഗം. വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് അയ്യോ ഭയങ്കര സന്തോഷം. കാരണം ബിഗ് ബോസിന്റെ ഫിനാലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത്. മേ ബി ബിഗ് ബോസ് അധികം കുറെ കാണാത്തവർ പോലും ഫിനാലെ കാണാനായിട്ട് നിൽക്കുന്നവരാണ്. അപ്പം അതിലൊരു ഡാൻസ് പെർഫോമൻസ്, മനോഹരമായിട്ടുള്ളൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഭാഗ്യമാണ്. അത് ബിഗ് ബോസിൽ വീണ്ടും ലാലേട്ടൻ്റെ ഒപ്പം അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു ഷോയ്ക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ആര് വിന്നറാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആര് വിന്നറാവുന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ വോട്ടിംഗ് ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം അവരുടെ കയ്യിൽ സേഫാണ് വിന്നർ ആരാന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്ക് കിട്ടട്ടെ. അത് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ടോപ്പ് 5 എത്തിയവർ ആ 100 ഡേയ്സ് ആ വീട്ടിൽ നിന്ന് എല്ലാ രീതിയിലും എല്ലാ സ്ട്രഗിളും എടുത്തതാണ്. അതിൽ ആണെന്ന പെണ്ണെന്ന വ്യത്യാസമില്ല. എല്ലാവരും അതിൽ സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന ആൾക്കാരാണ്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ളവർ ജയിക്കട്ടെ. അതല്ലേ ജനങ്ങൾക്ക്. ഇപ്പം ഒരു ടൈറ്റിൽ വിന്നർ ആകുമ്പം അവരെയും കൊണ്ട് ഒരു ഷോയുടെ ടൈറ്റിൽ വിന്നർ എന്ന് പറയുമ്പോൾ ആ ഒരു പവറുള്ള ഒരാളായിരിക്കട്ടെ. അതല്ലേ ബെറ്റർ. ഒരുപാട് കോൺട്രവേഴ്സീസ് ഉള്ളൊരു എന്താണ് സീസൺ ആയിരുന്നല്ലോ. അപ്പം അതൊക്കെ എങ്ങനെയായിരുന്നു നോക്കിയത്? കോൺട്രവേഴ്സി അത് ഒരു ഷോ വരുമ്പം അതിനെ ഈ കോൺട്രവേഴ്സിയാണ് എനിക്ക് തോന്നുന്നു ഈ സീസൺ 6 ഇത്രയും കുറച്ചും കൂടി റീച്ച് ആവാൻ കാരണം. ഇപ്പം ഈ പറയുന്നത് പോലെ ജാസ്മിൻ ആണെങ്കിലും ജിൻഡോ ആണെങ്കിലും അവരൊക്കെ കാരണമാണ് ഈ സീസണിലേക്ക് ഒരു റീച്ച്. ഇപ്പം കാണാത്തവർ പറഞ്ഞ് ജാസ്മിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അതാണ് ഈ സീസണിൻ്റെ ഒരു റേറ്റിങ്ങും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ കണ്ടന്റ് കൊടുത്ത ആൾക്കാർ തന്നെയാണ്. പിന്നെ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഉണ്ടായപ്പോൾ മുതലുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മളുടെ ഇപ്പം മലയാളം ബിഗ് ബോസിൽ അത് കുറച്ചും കൂടി കൂടുതലാണ്. കാരണം നമ്മളുടെ ഒരു സംസ്കാരം, നമ്മളുടെ കൾച്ചറൊന്നും ഇപ്പം തമിഴോ ഹിന്ദിയോ പോലെ അല്ലല്ലോ. നമ്മുടെ മലയാളം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യമുണ്ട്. ഇവരിങ്ങനെ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് നമ്മൾക്ക്. അപ്പോൾ അതിൽ നിന്ന് മാറി ചെയ്യുമ്പം പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ്. അതിന് ഒരു പബ്ലിക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അത് പുറത്തിറങ്ങിയിട്ട് ഞാൻ അതിനെ ക്ലാരിഫൈ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മളവിടെ എന്താണോ ചെയ്യുന്നത് അത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ്, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ സ്വന്തം രീതിയിലാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഇതൊരു ഷോയാണ്, ഇതൊരിക്കലും ഒരു ജീവിതമല്ല, ഇതൊരു ഷോയാണ്. അപ്പം പുറത്തിറങ്ങിയിട്ട് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള ചിന്ത അവർക്ക് എന്താ. ഇപ്പോൾ ഈ സീസൺ 6 പോയ എല്ലാവരും ബിഗ് ബോസ് കണ്ടിട്ടും അറിഞ്ഞിട്ടും പ്ലാൻ ചെയ്തിട്ടൊക്കെ പോയ ആൾക്കാരാണ്. അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം. എനിക്ക് തോന്നുന്നില്ല അവർ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ഇതിനെയൊക്കെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു? ഫേവറേറ്റ് എന്ന് പറയാനായിട്ടൊരു ജിൻഡോന് ഇഷ്ടമാണ്. ജിൻഡോൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നതും സാധാ ഒരു മലയാളി. ഇപ്പം ഞാൻ പറയില്ല, നമ്മളിപ്പോൾ നമ്മളെ അയൽവക്കത്തെ ചേട്ടനെയൊക്കെ പോലെ പുള്ളി അങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. മാക്സിമം പുള്ളിക്ക് പറയാനുള്ളത് തുറന്നങ്ങ് പറയും, അങ്ങനത്തേനൊക്കെ. അപ്പം ജിൻഡോനെ ഇഷ്ടമാണ്. ഈ പറയുന്ന പോലെ എനിക്ക് അഭിഷേകിനെ ഇഷ്ടമാണ്, അർജുനും ഒക്കെ ഇഷ്ടമാണ്. അപ്പം നോക്കാം നമുക്ക്. അർജുനാണെങ്കിലും ഒരു ഡിസേർവിംഗ് ആയിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം നമുക്ക് എന്തായാലും. നേരത്തെ എല്ലാവരും പറഞ്ഞുണ്ടായിരുന്ന ഒരു ഇതെന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ജാസ്മിൻ ഒരു ആണായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി സ്കോർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് പല ആളുകളും പറയുന്നുണ്ടല്ലോ. ഈ ആണ് പെണ്ണും എന്താ വ്യത്യാസം എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാനിപ്പം മുന്നേ അവരോട് പറഞ്ഞത് ഒരാണിനും ഇമോഷൻസ് ഉണ്ട്, പെണ്ണിനും ഇമോഷൻസ് ഉണ്ട്, വേദനകളൊക്കെ സെയിം ആണ്. പിന്നെ ആണുങ്ങൾ അത് അധികം പ്രകടിപ്പിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജാസ്മിൻ പെണ്ണായതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതാണോ? അല്ല, ഇപ്പം ജാസ്മിൻ എന്തെങ്കിലും ആ രീതിയിലൊരു കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരി വീട്ടിനുള്ളിൽ ചെയ്തതോ പ്രവർത്തിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടല്ലേ, അത് പുള്ളിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പം ജാസ്മിൻ എന്താണോ ചെയ്തതെന്ന് ജാസ്മിന് വ്യക്തമായിട്ടുള്ള അറിവുണ്ടാവും. അപ്പോൾ ജാസ്മിൻ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ജാസ്മിൻ ചിന്തിക്കണം, ഇങ്ങനെ ഒരു ഷോ ആകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അത് അവർക്കറിയാം, ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കതിൽ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ തന്നെയല്ലേ ജാസ്മിനും ഒക്കെ ബിഹേവ് ചെയ്തത്.
അപ്പം അതിൽ ഈ പറയുന്ന പോലെ പെണ്ണായതുകൊണ്ടാണോ അങ്ങനെയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ അങ്ങനെ നമ്മളപ്പോൾ പിന്നെ ഇക്വാലിറ്റിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് എന്താണ്? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു കാര്യം വരുമ്പോൾ മാത്രം പെണ്ണായതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ പറയുന്നു എന്നുള്ളതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം ആണാണ് ചെയ്തതെങ്കിലും ഇപ്പം പേര് പറയാൻ പറ്റില്ല, അതിലവർ അവരെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞില്ല. അത് അവരാണായിരുന്നു, അവരെക്കുറിച്ചും പറഞ്ഞു. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും മോശം അല്ലെങ്കിൽ നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയും, മോശം ചെയ്താൽ മോശം എന്ന് പറയുന്ന ജനങ്ങളാണ്, അത്യാവശ്യം വിവരവും ബോധമൊക്കെ ഉള്ള ജനങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലെനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അത്രയേ ഉള്ളൂ. ശരി. അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. പിന്നെ അത് അത്ര ഈസി അല്ല അത് വിൻ ചെയ്യാന്നുള്ളത്. അപ്പം അതിപ്പോൾ ആർക്ക് കിട്ടുകയാണെങ്കിലും അത് എന്താ പറയുക, അത് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് ആ ട്രോഫിക്ക്. ഞാൻ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്നൊരു ട്രോഫിയാണത് ആക്ച്വലി. ആരാ പറഞ്ഞങ്ങനെ? ഓ എനിക്കറിയില്ല, കാരണം ഞാൻ അങ്ങനെ എല്ലാ എപ്പിസോഡുകളും കണ്ടിട്ടില്ല. ഞാൻ കുറച്ചേ കാണാറുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ ജാസ്മിൻ ആണെങ്കിലും നല്ല ആക്റ്റീവായിട്ടൊക്കെ ഞാനിപ്പോൾ ചില വീഡിയോസൊക്കെ കാണുമ്പം ആൾ ഭയങ്കര ആക്റ്റീവാണ്. അതൊക്കെ നല്ല കാര്യമല്ലേ? എനിക്ക് ഫ്ലൈറ്റ് സഭയായി. എന്താ ഈ ജാസ്മിൻ ഗബ്രി കോംബോന്റെ വിഷ്വൽസ് ഒക്കെ പുറത്തു വരുന്നുണ്ടല്ലോ, ഇരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതൊക്കെ, അപ്പൊ അത് ജീവിതത്തിലേക്ക് ബാധിക്കുന്നുണ്ട് തോന്നുന്നു. അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട്. ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാലും എനിക്കറിയാം, ഒബ്വിയസ്ലി ഒരുപാട് പേര് സൈബർ അറ്റാക്കിന് ഇരയാവാൻ സാധ്യതയുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ലൈക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളും അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ കൂടുതൽ മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത്. അപ്പം ഒരുപാട് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ വേദനിപ്പിക്കാതിരിക്കുക. കാരണം ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് സൈബർ അറ്റാക്ക് കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഫാമിലി പോലും ഒന്നും ചെയ്യാത്ത അവർ പോലും കുറേ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഈ സീസൺ കഴിഞ്ഞ് വരുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം സീരിയസ് ആയിട്ട്. കാരണം അതത്ര ഈസി അല്ല. അങ്ങനൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇറങ്ങി വരാന്നുള്ളത് പറയുന്നത് അത്ര വലിയ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം എൻ്റെ ഓഡിയൻസിൻ്റെ വോട്ടിൻ്റെ പ്രകാരമാണ് നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു വിന്നറിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നതല്ലേ. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഈവൻ എൻ്റെത് എനിക്ക് സത്യത്തിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാനൊക്കെ ഇപ്പോൾ എൻ്റെ സീസണിലാണെങ്കിലും ഞാൻ വന്നു, അവിടെ 100 days നിന്നു. അവിടെ എനിക്ക് വേറൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ അവിടെ ഇറ്റ്സ് എ ഗെയിം ഷോ. ഇതൊരു ഗെയിം ഷോ ആണ്. അതിൻ്റെതായ രീതിയിൽ എടുക്കുക, നമ്മൾ വരിക, നമ്മുടെ പാർട്ട് ചെയ്യുക, തിരിച്ചു വരിക, അത്രയേ ഉള്ളൂ. ബിഗ് ബോസിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെറുതെയാണെന്നാണ് എന്താ ഇത് അല്ല, ഞാൻ പലതും സത്യത്തിൽ കേട്ടിട്ടില്ല. കുറേ കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ കയറി കഴിഞ്ഞിട്ട് ഒരു തേർഡ് പേഴ്സണായിട്ട് എനിക്ക് വേറൊരു കോൺടാക്റ്റും അവിടെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഇത്ര കണ്ടസ്റ്റിനെ അവിടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ 100 days കഴിഞ്ഞിട്ടാണ് നമ്മളൊരു തേർഡ് പേഴ്സണെ കാണുന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഒരു സ്ക്രിപ്റ്റ് തന്നിട്ടില്ല ആക്ച്വലി ഇത് പ്രകാരം ചെയ്യുമെന്നുള്ളത്. പിന്നെ ഒബ്വിയസ്ലി അവർക്ക് അവരുടേതായ ഇപ്പോൾ ഗെയിമിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു ടാസ്ക് വരുമ്പോഴും അവർക്ക് അവരുടേതായ ഒരു രീതികളും കാര്യങ്ങളും ഉണ്ടാവും. അതെന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നില്ല. എന്ത് സ്റ്റേറ്റ്മെന്റ്? ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്തൊരു തേർഡ് പാർട്ടി യഥാർത്ഥത്തിൽ ലോബിയായിട്ട് അതിൻ്റെ അത് പ്രവർത്തിക്കുന്നുണ്ട്. ബിഗ് ബോസിലെ പല കണ്ടസ്റ്റന്റിനെയും ജയിപ്പിക്കാനും എനിക്കറിയില്ല. മേ ബി ആൾക്ക് അതിൻ്റെതായ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടാവാം. എനിക്ക് ഇല്ലാത്തൊരു സംബന്ധത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ ഒരു ഇതില്ലല്ലോ. എനിക്ക് സത്യത്തിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. ആരാണെങ്കിലും എന്താ പറയുക, നല്ലൊരു ഡിസേർവ് ചെയ്യുന്ന ഒരാൾ വിൻ ചെയ്യട്ടെ. കാരണം നാളെ ഇനി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഡിസേർവിങ് അല്ലാത്തൊരാൾക്കാണ് ട്രോഫി കിട്ടിയെന്നുള്ളൊരു സംഭവം കേൾക്കുന്നതിനേക്കാളും നല്ലത് ഡിസേർവ് ചെയ്യുന്ന ഒരാൾ വിൻ ചെയ്യട്ടെ. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പോൾ നിൽക്കുന്ന ടോപ്പ് 5 എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദി വെരി ബെസ്റ്റ്. ഈ ബിഗ് ബോസിനകത്ത് കയറുന്നതിന് മുമ്പാണെങ്കിൽ ഈ കണ്ടസ്റ്റൻസുകളല്ല ഈ മെന്റലിസ്റ്റിനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കയറുന്നത്. നിങ്ങളുടെ ഇതുവരെയുള്ള സ്റ്റോറികളും മറ്റും അയാളോട് പറഞ്ഞിട്ടാണ് കയറുന്നതെന്ന് മറ്റും ഒരു ഇതുണ്ട്. ഇതിനകത്തുള്ള ബിഗ് ബോസിൽ നിന്ന് വന്ന ഒരു വ്യക്തിയെ പറഞ്ഞാണ്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും
എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്തോ അവിടെ ഉള്ളൊരു ഡോക്ടറിനെ കണ്ടിട്ടുള്ളൂ. അതും അവിടെ ഗെയിം കളിച്ചിട്ട് എൻ്റെ കാല് മുറിഞ്ഞിട്ടോ കായ് ഒടിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അല്ലാതെ എനിക്ക് മെൻ്റൽ പ്രഷറും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ ടാബ്ലറ്റോ അങ്ങനെ എടുക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടസ്റ്റന്റുകളെല്ലാം കയറുന്നതിന് മുമ്പ് ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ മെൻ്റൽ സ്റ്റോറുള്ള ആൾക്കാരെ ഡോക്ടേഴ്സിനെ ഇവരുടെ ജീവിതം മൊത്തമാണ് ഇതുവരെയുള്ള ലൈഫുകൾ പറഞ്ഞിട്ടാണ് അതിനകത്തോട്ട് കയറ്റുന്നതിന് അനുഭവം ഉണ്ടാകുന്നത്. അപ്പൊ അതിലൂടെ ഗെയിമുകളും കാര്യങ്ങളും ടാർഗറ്റ് ചെയ്യുന്നതൊക്കെ എനിക്കിതിന്റെ പിന്നിൽ എന്താണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരുപാട് ഇങ്ങനെ ആഴ്ന്ന് ഇറങ്ങിപ്പോയി നോക്കിയിരുന്ന ഒരാളല്ല. ഈവൻ ബിഗ് ബോസ് ഹൗസിൽ പോകുന്ന ടൈമിൽ പോലും ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഇതിങ്ങനെ കളിക്കണം അങ്ങനെ കളിക്കണം, ഞാൻ അങ്ങനെ ഒന്നും പോയൊരു വ്യക്തിയല്ല. എനിക്കിങ്ങനെ ഓഫർ വന്നു, ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാനും നിന്നില്ല. ഞാൻ പോയി എൻ്റെ കാര്യം ചെയ്തു തിരിച്ചു വന്നു. അതുകൊണ്ട് ഞാൻ അത്രയും ആഴത്തിലോട്ട് അതിൽ ഇറങ്ങിയിട്ടില്ല. അപ്പം അത് ഇറങ്ങിയവർക്കേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. മേ ബി അവരത് കണ്ടുപിടിച്ചതിൽ ശരിയും ഉണ്ടാവാം തെറ്റുണ്ടാവാം, സത്യത്തിൽ എനിക്കറിയില്ല.